അപ്പോൾ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേരളത്തിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും ഒക്കെ മലയാളി പ്രൊഫഷണൽസിനെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഒരു വർഷം മുമ്പ് തുടക്കം കുറിച്ച നമ്മുടെ ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി നമ്മുടെ അംഗങ്ങൾക്കും ബിസിനസ് ഓണേഴ്സിനും അതുപോലെ തന്നെ പ്രൊഫഷണൽസിനും ഉപകാരപ്രദമായിട്ടുള്ള വിവിധ സെഷൻസും വിവിധ വർക്ക്ഷോപ്പുകളും പ്രോഗ്രാമുകൾക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയുടെ UAE ഘടകം, UAE ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ടോക്ക് വിത്ത് ദ പ്രോ എന്ന സെഷനിലാണ് നമ്മളെല്ലാവരും ഇന്നുള്ളത്. കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങൾക്കിടയിൽ നിന്ന് എക്സ്പേർട്ടുകളായിട്ടുള്ള, അവരുടെ ഫീൽഡിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള അംഗങ്ങളുടെ സെഷൻസ്, അത് 5 സെഷൻസ് ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ഇത് 6ാമത്തെ സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മോട് സംസാരിക്കുന്നത് മിസ്റ്റർ പ്രദാസ് രാംദാസ്, അബുദാബിയിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ സീനിയർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജറായും മാനേജ്മെന്റ് അഡ്വൈസറായും വർക്ക് ചെയ്യാണ്. അദ്ദേഹം നമ്മുടെ ലിങ്ക്ഡിൻ UAE ചാപ്റ്ററിൻ്റെ വളരെ സജീവ സാന്നിധ്യവും നമ്മുടെ അംഗങ്ങൾക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കും അതിൻ്റെ പുരോഗതിക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോകുന്ന സജീവ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആദ്യമായി ഒരു ടോക്ക് വിത്ത് ദ പ്രോ സെഷൻ 6ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് വീക്കെൻഡാണ്, നിരവധി ഷെഡ്യൂളുകളും തിരക്കുകളൊക്കെ ഉള്ള അതിനിടയിലാണ് നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് നിങ്ങളെല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രദാസ് ചേട്ടനെ സെഷൻ അവതരണത്തിനായി ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ജാഫർക്ക, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ആൾക്കാർക്ക് എന്നെ നേരിട്ട് നമ്മൾ മീറ്റപ്പിലൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ ഈ ടോക്ക് വിത്ത് പ്രോ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് അധികം കാലമായിട്ട് ജാഫർക്ക അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നതാണ്, നമുക്കത് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാം. പക്ഷേ ജോലി തിരക്കും അനിവാര്യമായിട്ടുള്ള ഒരു ഡീപ്പ് വർക്ക് മോഡലും ഒക്കെ ആയതുകൊണ്ട് സൗകര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ധരിച്ചു വയ്ക്കുന്ന കുറേ കാര്യങ്ങളെ, ആ ധാരണ തെറ്റാണെന്ന് എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇതൊരു ഏർലി വാർണിംഗ് സിസ്റ്റമായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചേർഡ് ഒരു മാസ്റ്റർ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങോ ഇതൊന്നുമില്ല. നമുക്കത് ഇൻട്രാക്റ്റീവായിട്ട് തന്നെ പോവാം. നിങ്ങൾക്ക് ചാറ്റ് വിൻഡോ ത്രൂ ഔട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പരസ്പരം ഒരുമിച്ച് പഠിച്ച് എവരിബഡി ഈസ് എ ലേണർ, എവരിബഡി ഈസ് എ എൻ്റെ വീഡിയോ ഓഫാ. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ എവരിബഡി ഈസ് എ ലേണർ, എവരിബഡി ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് നമ്മളിത് ഇന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ചെയ്തോളൂ. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സെഷൻ്റെ പേര് വെച്ചിട്ടുള്ളത് ഡീകോഡിങ് ദ മിത്സ് ഓഫ് ലൈഫ് എന്നുള്ള. ലൈഫിനെ നമ്മൾ പല ഭാഗങ്ങളായി ഡൈസെക്റ്റ് ചെയ്തിട്ട് ഓരോന്നിലും എനിക്കുണ്ടായ അനുഭവങ്ങളും കുറച്ച് മെൻറ്റേഴ്സ് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആകെ ഒരു 15 സ്ലൈഡിൻ്റെ ലെങ്തേ ഉള്ളൂ. പക്ഷേ ചില ടോപ്പിക്കുകൾ ഡീപ്പായിരിക്കാം, ചില ടോപ്പിക്കുകൾ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവാം. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല, സ്ട്രിക്ട്ലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്ലൈഡ്സ് മാത്രമേ ഉള്ളൂ. ആരുടെയും കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്.
അപ്പോൾ നമുക്ക് തുടങ്ങാം. ലൈഫിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ് ലൈഫ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വിൽ ടോക്ക് അബൌട്ട് ബയോളജിക്കൽ സ്റ്റേജസ് ഓഫ് ലൈഫ്. അതിനൊരു 4 സെഷൻ ആയിട്ടാണ്, 4 പീസായിട്ടാണ് ലൈഫിനെ നമ്മൾ കാണുന്നത്. ഓൺ ആൻ ആവറേജ് ഗ്ലോബൽ പോപ്പുലേഷനിൽ, അതായത് ഏതാണ്ട് 7 ബില്യൺ ആൾക്കാരിൽ ഓൺ ആൻ ആവറേജ് ലൈഫ് സ്പാൻ എടുത്ത് നോക്കുമ്പോൾ 73.16 ഇയേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും ജീവിക്കാൻ സാധ്യതയുള്ള മാക്സിമം ടൈം ആവറേജ് ലെവലിൽ. അതിൽ ചിലവർ 100 തികയും, ചിലവർ 60 കഴിയും, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റക്കുറച്ചിലില്ലാതെ ഒരു ആവറേജ് ലെവലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 73.16 ഇയേഴ്സ് ആണ് ഇന്ന് ഗ്ലോബൽ ലൈഫ് സ്പാൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ലൈഫ് സ്പാനിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 4 സ്റ്റേജസ് ഓഫ് യുവർ ലൈഫ്. അതിൽ ബർത്ത് മുതൽ 10 കൊല്ലം വരെയുള്ള ഇതിനെ സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന പീരീഡ് ഇസ് കോൾഡ് ചൈൽഡ്ഹുഡ്. അത് ചൈൽഡ്ഹുഡിൽ ആദ്യത്തെ 2 കൊല്ലം ഇൻഫാൻസിയാണ്. ഇൻഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഫുള്ളി ഡിപ്പെൻഡൻറ്റ് ഓൺ സംവൺ. അത് ഫാദർ ആവാം, മദർ ആവാം, സംബഡി ഹു ഈസ് ടേക്കിംഗ് കെയർ അതാവാം. അപ്പം 2 കൊല്ലം അങ്ങനെ പോയി. പിന്നെ 2 to 10 ഇയേഴ്സ്, ഈ സമയത്താണ് നമ്മുടെ എല്ലാ സെൻസസും വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിൽ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ട്, ലേണിംഗ് ഉണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ സ്കിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള രീതികൾ, ചേഷ്ടകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ പീരീഡിലാണ്. ദ നെക്സ്റ്റ് ഫേസ് ഇസ് 10 to 19 ഇയേഴ്സ്. അതിനെ അഡോളസൻസ് എന്നാണ് പറയുക. അതിൽ തന്നെയാണ് ടീനേജും ഇതൊക്കെ വരുന്നത്. ഇതൊരു അഡോളസൻസ് ഇസ് എ പീരിയഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ചേഞ്ചസ്. ഈ സമയത്ത് റെബൽസ് ആവുന്നതും ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. നമ്മളും ആ സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോയതാണ്. അപ്പോൾ നമുക്കും അറിയാം ആ സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മുടെ 2 കീ എയിംസ് അല്ലെങ്കിൽ പോയിന്റ്സ് ദാറ്റ് വി സ്ട്രൈവ് ടു അച്ചീവ് ഈസ് ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ സ്കിൽസ്. നമ്മളൊരാൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു, നമ്മൾ സമൂഹത്തിനോട് എങ്ങനെ പെരുമാറുന്നു, സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു, ഈ 2 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് 10 to 19 ഇയേഴ്സിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉള്ള സോ യു വിൽ ആസ്ക് മീ വേർ ഡിഡ് 20 ഗോ. 20 ചിലപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് 10 to 20 ഇയേഴ്സ് വരെ നമുക്ക് അഡോളസൻസ് നീണ്ടു നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 21 to 65 ഇയേഴ്സ് അഡൾട്ട്ഹുഡ് ആയിട്ട് ഞാൻ കാണുന്നത്. 21 to 65 ഇയേഴ്സിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അത് ആക്ച്വലി നമ്മൾ അഡൾട്ട്ഹുഡിനെ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഏർലി അഡൾട്ട്ഹുഡ്, മിഡിൽ അഡൾട്ട്ഹുഡ്, ലേറ്റ് അഡൾട്ട്ഹുഡ്. ഇത് ഓരോന്നിനും ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട് നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏർലി അഡൾട്ട്ഹുഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയർ ബിൽഡിംഗ് വരും. മിഡിൽ സ്റ്റേജസിൽ നമുക്ക് ഫാമിലി ഫോർമേഷൻ വരും. പിന്നെ ലേറ്റ് സ്റ്റേജസിൽ നമുക്ക് വി വിൽ നാവിഗേറ്റ് ദ ലൈഫ്സ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ പലരും ബാധ്യതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു സ്റ്റേജാണ് ഇതിന്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അത് ഏറ്റവും രസം, നിങ്ങൾ ഈ ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ഓഫ് ദി സ്റ്റേജസ് ആർ ക്യാരി ഫോർവേഡ്. 0 to 10 നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടുന്ന് 10 to 19 ഡിഫൈൻ ചെയ്യും. 10 to 19 എന്ത് ചെയ്യുന്നു, 21 to 65 ഡിഫൈൻ ചെയ്യും. 21 to 65 എന്ത് ചെയ്യുന്നു, 65 and above ആഡ് ചെയ്യും. അപ്പോൾ ദ ഫിലോസഫിക്കൽ സൈഡ് ഓഫ് ദിസ് ഈസ്, നമുക്ക് ഈ ലോകത്ത് 2 കാര്യങ്ങൾ വളരെ സുനിശ്ചിതമായിട്ട് പറയാം. വൺ ഈസ് ദ ആക്ഷൻ യു ഡു. നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം, അത് കാണാനും നിങ്ങളുണ്ടാവും, ആ കർമ്മത്തിന്റെ ഫലം കാണാനും നിങ്ങളുണ്ടാവും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ വാട്ട് എവർ യു ഡു ആൻഡ് വാട്ട് ഇറ്റ് ക്രിയേറ്റ്സ്, അത് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫിലോസഫിക്കൽ സൈഡ് ഓഫ് ഇറ്റ്. ആൻഡ് ദ ലാസ്റ്റ്
65 ആൻഡ് അബവ് ഓൾഡ് ഏജ്. നമുക്കതിൽ ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ആൻഡ് കോഗ്നറ്റീവ് എബിലിറ്റീസ്. ശരിക്കും ഞാൻ അതിനെ കാണുന്നത് 65 വയസ്സിന് മുകളിലേക്ക് നമ്മൾ ശൈശവത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന മാതിരിയാണ്. കാരണം നമുക്ക് കേൾവിശക്തി കുറയും, കാഴ്ചശക്തി കുറയും, നമ്മുടെ വാശികൾ കൂടും. വി വിൽ ബിക്കം മോർ ഡിപ്പെൻഡന്റ് ഓൺ പീപ്പിൾ. അപ്പോൾ അതിനെയാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു ക്രിയേഷൻ, ഒരു സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ നിന്ന് നമ്മുടെ എല്ലാം വലുപ്പത്തിലും നമ്മുടെ എല്ലാം ഇതിലും ആയി മാറുന്ന ഒരു സ്റ്റേജ് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ബയോളജിക്കൽ ആസ്പെക്റ്റിൽ പറയാനുള്ളത്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ലൈഫ് ഈസ് ഓൺലി അബൌട്ട്, ഇനി ബയോളജിക്കൽ ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസ് ഓൺലി അബൌട്ട് 4 ഡിസ്റ്റിങ്ക്ട് തിങ്സ് ദാറ്റ് വി അക്യുമുലേറ്റ്. ഈ നമ്മുടെ ലൈഫ് സ്പാൻ 73.16 ഇയേഴ്സ് ആണ്. ഈ 73.16 ഇയേഴ്സ് ടു ബി പ്രിസൈസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഉണ്ടാവുന്ന കുറെ വസ്തുതകൾ എന്ന് പറയുന്നത് 4 കാറ്റഗറിയിലാണ് വരിക. One obviously is about relationships. Second is about your learning. Academic അല്ല ഞാൻ പറയുന്നത്, overall learning. Then you have memories. Then you have experiences. ഇതാണ് the qualitative scale of life എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്ര നന്നായി ജീവിച്ചു എന്നുള്ളത് തീരുമാനിക്കുന്ന 4 മേജർ ഘടകങ്ങൾ റിലേഷൻഷിപ്പും, നിങ്ങൾ പഠിക്കുന്നതും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും, നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ അനുഭവങ്ങളുമാണ്. ഈ 4 കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് ലൈഫിനെ ബയോളജിക്കൽ ആസ്പെക്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈ ആർ വി ഡീകോഡിങ് ദിസ് നൗ? ഇതില് ഇതുവരെ പറഞ്ഞതിൽ ആൾക്കാർക്ക് ഒന്നുമില്ലല്ലോ അല്ലെ, ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതില് ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഐ വിൽ ജസ്റ്റ് പ്രൊസീഡ്. അപ്പോൾ വൈ ആർ വി ഡീകോഡിങ് ദിസ് നൗ? നമുക്ക് ഒരുപാട് എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ധരിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഓരോ സ്റ്റേജിലും നമ്മൾ മാറ്റപ്പെടേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സന്ദർഭങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ റിയാലിറ്റി ഈസ് ഡിഫറെന്റ് ഫ്രം വാട്ട് യു നോ. അപ്പോൾ നമ്മളൊരു റോ വേൾഡിലേക്ക് യാതൊരു ഡിപ്പെൻഡൻസി ഇല്ലാതെ, ആരുടെയും സംരക്ഷണയിലല്ലാതെ ഒരു വ്യക്തിയായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് ജേർണൽ എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതങ്ങനെ പലതും കുറിച്ചു വെച്ചതെന്നുള്ള ഒരു അരിഷ്ടിച്ച ഒരു രൂപമാണ് ഈ 15 സ്ലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളുടെയും കൂടെ ആയിരിക്കണം എന്ന് ഞാൻ വാശി പിടിക്കില്ല. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കഷനിൽ പോവാം. അപ്പോൾ വൈ ആം ഐ ഡീകോഡിങ് ദിസ് നൗ? ഇതാണ് കാര്യങ്ങൾ. ഞാൻ വി ലേൺഡ്, റൈറ്റ്? പഠിച്ച് പുറത്തിറങ്ങി ജോലിക്ക് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് വാട്ട് ഐ ലേൺഡ് were things that were irrelevant, things that were limiting me, things that made it difficult to live in the larger world. പിന്നെ we were taught by people who did not have context. ഒരു സാറ് വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഒരു ടീച്ചർ വന്ന് നിൽക്കും, അവർ ടെക്സ്റ്റ് ബുക്കിലെ സാധനങ്ങൾ പറയും, ആ ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ ഏറ്റെടുക്കും, അങ്ങനെ ഇത് പോകും. പിന്നെ സമൂഹത്തിന്റെ പിയർ പ്രഷർ, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക, അല്ലേ? ദിസ് ഇസ് വാട്ട് ഐ വാസ് ടോട്ട്. ഞാൻ സ്കൂളിങ് ചെയ്തിട്ടുള്ളത് 85 to 95 പീരീഡിലാണ്. അതാണ് എൻ്റെ സ്കൂളിങ് മെമ്മറി എന്ന് പറയുന്നത്, 10 വരെയുള്ളത്. പിന്നെ വി ഗ്രൂ അപ്പ്.
ഞാൻ വളർന്നത് വളരെ ചെറിയൊരു സമൂഹത്തിലാണ്. ഏതാണ്ടൊക്കെ ഒരുപാട് ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരും ഒരേ ബിലീഫ് സിസ്റ്റം ഉള്ളതും. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലീജിയസ് ബിലീഫ്. പക്ഷെ വസ്തുതകളെ പറ്റിയിട്ട് ഏതാണ്ട് എല്ലാവർക്കും ഒരേ ധാരണകളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വളരെ മിനിമം എക്സ്പോഷർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 95സിലൊന്നും ഇന്റർനെറ്റ് എന്നും പറയുന്നത് അത്ര വലിയ സംഭവമായിട്ടൊന്നും വന്നിട്ടില്ല. ആൻഡ് ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. ഐ സ്റ്റിൽ റിമെമ്പർ ആലുവയിൽ നിന്ന് ഞാൻ ബസ് എടുത്തിട്ട് മഹാരാജാസിന്റെ അവിടെ പോകുമായിരുന്നു. അവിടെ മാത്രമാണ് ഏതൊരു ഇന്റർനെറ്റ് കഫേ ഉണ്ടായിരുന്നത്. അന്ന് അരമണിക്കൂർ ബ്രൗസ് ചെയ്യുന്നതിന് 125 രൂപ. അപ്പോൾ ഐ യൂസ് ടു ഗെറ്റ് ടു ഡു ദിസ് വൺസ് ഇൻ 3 months ഓർ 6 months. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജനിച്ചത്. പിന്നെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ചെറിയ ചെറിയ സമൂഹങ്ങളിൽ നിന്നാണ് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ മിക്കവാറും വന്നിട്ടുണ്ടാവുക. കാരണം പുറം ലോകമായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളില്ല. ബന്ധുക്കൾ മാറി താമസിച്ചിട്ട് അവർ വന്ന് പറയുമ്പോൾ കേൾക്കുന്ന കഥകൾ, സുഹൃത്തുക്കൾ പുറത്തുപോയി പഠിച്ച് തിരിച്ചു വരുമ്പോൾ പറയുന്ന കഥകൾ, അങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസസ് കേട്ടറിവ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വി ഹാഡ് അവർ അണ്ടർസ്റ്റാൻഡിങ്സ്. അവർ അണ്ടർസ്റ്റാൻഡിങ്സ് വർ ഷേപ്ഡ് ടു ദ സൊസൈറ്റി വി ഗ്രൂ ഇൻ. അതൊരു ന്യൂട്രൽ ഗ്രൗണ്ടിലായിരുന്നില്ല നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും. സോ ഇറ്റ് വാസ് ബയസ്ഡ്. ഒരു സർട്ടൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം ഷേപ്പ് അപ്പ് ചെയ്ത ഒരു ഇതായിരുന്നു. ഒരു ഗ്ലോബൽ തോട്ട് പ്രോസസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആൻഡ് വി വർ ഡെഫിനറ്റ്ലി നോട്ട് ഷേപ്ഡ് ഫോർ എ ഡൈവേഴ്സ് വേൾഡ്. പല പല ആൾക്കാരും പല പല സംസ്കാരങ്ങളുമായിട്ടൊക്കെ ഇടപഴകേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലും ആയിരുന്നില്ല ഞങ്ങൾ ജീവിച്ചത്. ദെൻ വി ബിൽഡ് ഐഡന്റിറ്റീസ്. അപ്പോൾ ഇന്ന ആളുടെ മകനാണ്, ഇന്ന തറവാട്ടിലാണ്, ഇന്ന സമൂഹത്തിലെയാണ്, കാസ്റ്റ് റിലേറ്റഡ്, അല്ലെങ്കിൽ ഇന്ന മതവിശ്വാസിയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഐഡന്റിറ്റീസ് ഉണ്ടായിരുന്നത്. ദെൻ വി സഫേർഡ്. സഫറിങ് ആണ് വാട്ട് മേഡ് മീ ഡു ദിസ് സ്ലൈഡ്. കാരണം ഇതൊരിത്തിരി എക്സ്പാൻഡ് ചെയ്ത് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരം പറയാൻ എളുപ്പമുണ്ട്. അപ്പോൾ വാട്ട് വർ ദ കോസ്റ്റ്? ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ പൊട്ടക്കുളത്തിൽ വീണ ഒരു തവളയാണല്ലോ. അപ്പൊ അതായിരുന്നു നമ്മുടെ ലോകം. ഈ കിണറ്റിന് പുറത്ത് മറ്റൊരു ലോകം ഉണ്ടെന്നുള്ളത് അറിയില്ല. ആൻഡ് സർപ്രൈസിംഗ്ലി ഇന്നും അതിലും മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇന്ന് പഠിച്ചിറങ്ങുന്നവരും അവരെ ബോർഡർലെസ് അല്ല. യുനോ, മൈൻഡ് ആൻഡ് തോട്ട് പ്രോസസ്സിൽ അവർ ബോർഡർലെസ് അല്ല. പിന്നെ ഒരുപാട് ബ്ലൈൻഡ് ബിലീഫ്സ് ഉണ്ടായിരുന്നു. അത് വിച്ച് ഐ വിൽ ഷോ ഇറ്റ് ഇൻ എ ലേറ്റസ്റ്റ് ടൈം. പിന്നെ മൈ എബിലിറ്റി ടു റെസ്പോണ്ട്. നമ്മൾ ഒറ്റപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പഠിക്കും ജീവിക്കും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഉണ്ടാവുന്ന ഒരു ആക്ഷന് പ്രതികരിക്കാൻ അറിയാത്തൊരു സ്ഥിതി. കാരണം അത് നമ്മൾ ജനിച്ചു വളർന്ന സമൂഹത്തിൽ അതിന് ഒരു പ്രതികരണം വേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. The sudden reality that I came across is just this. There are no colors of life other than black and white. നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലഡ് ടെസ്റ്റിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നില്ലെങ്കിൽ O പോസിറ്റീവ് എഴുതിയുണ്ടാവും, അല്ലെങ്കിൽ A പോസിറ്റീവ് എഴുതിയുണ്ടാവും, AB നെഗറ്റീവ് എഴുതിയുണ്ടാവും, വാട്ട് എവർ ദാറ്റ് ഇസ്. ബട്ട് ഹാവ് യു സീൻ എ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ദാറ്റ് സേസ് യു മേ ബി O പോസിറ്റീവ്? ഒരു പക്ഷേ O പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ AB നെഗറ്റീവ് ആവും. ഇമാജിൻ ദ ഡിഫിക്കൽട്ടി. വൈഫ് പ്രഗ്നന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ ഷീ സ്ലൈറ്റ്ലി പ്രഗ്നന്റ്, അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ ലൈഫ് വർക്ക്സ്. ഡിസ്റിഗാർഡ് ഓഫ് വാട്ട് യുവർ ബിലീഫ് സിസ്റ്റം ഇസ്, ലൈഫിൽ തിങ്സ് ആർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദർ ഇസ് എ യെസ്, ദർ ഇസ് എ നോ. ദർ ഇസ് നത്തിങ് കോൾഡ് മേ ബി. മേ ബിക്ക് നമ്മൾ പല ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ ഷെയ്ഡും നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ചെയ്യുന്നതാണ്.
Life does not care about it. And you will understand why as we move forward. കുറെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണത്. സ്റ്റഡി വെൽ സോ ദാറ്റ് യു ക്യാൻ അവോയ്ഡ് സ്ട്രഗിൾസ് യുവർ പാരൻസ് വെൻ ത്രൂ ടു ബ്രിങ് യു അപ്പ്. നന്നായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട മാതിരി നിങ്ങൾ കഷ്ടപ്പെടണ്ട. മൂത്തവരെ ചോദ്യം ചെയ്യരുത്. ദേ ഹാവ് ലിവ്ഡ് ലോങ് ഇനഫ് ടു നോ. ഇതൊന്നും പറയുന്നത് ഇങ്ങനെ തിരിച്ചു നിന്ന് ചോദ്യം ചെയ്യാനല്ല കേട്ടോ. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ മൂത്തവരെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയും ബാക്കിയുള്ളവരും മാത്രമല്ല, പൊതുവെയുള്ള എൽഡേഴ്സിനോട് അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിരുന്നത്. ബിസിനസ് ഈസ് നോട്ട് ഫോർ അസ്. ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി ആൻഡ് ഗെറ്റ് എ ഗുഡ് ജോബ്. വൈറ്റ് ഈസ് ഗുഡ്, ബ്ലാക്ക് ഈസ് ബാഡ് അല്ലേ? വില്ലന്മാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർക്ക് സ്കിൻഡ് ആയിരിക്കും, മറ്റേ രാജകുമാരൻ ഫെയർ ആയിരിക്കും. ദൈവം ശിക്ഷിക്കും. ഗോഡ് പണിഷസ്. When you are finally stable, you are at peace. Be watchful and try to not go alone in places you do not know. നല്ലോണം ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് എവിടെയും പോരുത്. Be first, no matter what. ഇതിനോട് യോജിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ അതിൽ? ഈ കാലഘട്ടത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നവർ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അത് വളരെ പ്രമുഖമായിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു. നമ്മൾ ഏത് മതവിശ്വാസികളാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ ഫിലോസഫിക്കൽ ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ്. അപ്പൊ ആ സമയത്ത് ഇപ്പോൾ ആദ്യത്തെ ഗൾഫ് യാത്രയിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ദൈവത്തിനെ വിളിച്ചത്രയും ആ ഒരു ഫ്ലൈറ്റ് 3.5-4 മണിക്കൂറുള്ള ഫ്ലൈറ്റിൽ വിളിച്ചത്രയും ഒരുപക്ഷെ 22 കൊല്ലത്തിൽ വിളിച്ചിട്ടുണ്ടാവില്ല. കാരണം അറിയാത്തൊരു ദേശത്തേക്കല്ലേ പോകുന്നത്. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ ഈ കയറിയ ഫ്ലൈറ്റ് ഇറങ്ങുമെന്നുള്ളതും തീരുമാനം വേണമല്ലോ. അപ്പോൾ അതും അറിയില്ല. അപ്പോൾ എല്ലാത്തിനും കൂടെ നമ്മൾ വിളിച്ചിരുന്ന ദൈവം അതായിരുന്നു. അപ്പൊ അവിടെ മുതലാണ് നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ റാഷിദ് പറയുന്നത് വി സ്റ്റിൽ ഹാവ് അവർ ജനറേഷൻ കൂടെ കഴിഞ്ഞാൽ കുറച്ച് മാറ്റം വരും. ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ ആവട്ടെ. മാറ്റങ്ങൾ വരണം. കാരണം ഇതിലൊക്കെ നമ്മൾ വരും തലമുറകളെ കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന കയറുകളാണ് അതെല്ലാം. അവർക്ക് വളരാനും അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും ഒക്കെ ഉള്ള കൂച്ചോലങ്ങളായിട്ടാണ് ഇപ്പോൾ എനിക്ക് 45 വയസ്സിൽ എനിക്ക് മനസ്സിലാവുന്നതല്ല. അപ്പോൾ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമ്മളൊക്കെ ചെയ്തത് എന്തായിരുന്നു? ഡിഡ് വി സ്റ്റഡി ഓർ ഡിഡ് വി ലേൺ? എൻ്റെ ഒരു 35 വയസ്സ് വരെ ഞാൻ എവിടെ പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്കൂളിൽ പഠിച്ചിരുന്നു. ഇന്ന സ്കൂളിലാണ് പഠിച്ചത്. ഐ ലേൺഡ് ഹിയർ എന്നാണ് പറയുന്നത്. പിന്നെ ആസ് ഐ സ്റ്റാർട്ടഡ് റീഡിങ്, ആസ് ഐ സ്റ്റാർട്ടഡ് ഇന്ററാക്ടിങ് വിത്ത് സോ മെനി പീപ്പിൾ, ഐ അണ്ടർസ്റ്റുഡ് ഐ വാസ് നോട്ട് ലേണിങ്. അത് ഞാൻ പഠിച്ചത് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതല്ലാതെ ഞാനായിട്ടൊന്നും പഠിച്ചിട്ടില്ല. സ്കൂളിങ്ങിൽ these are the things that happens. Schools promote to start by looking for answers. നിങ്ങൾക്ക് ചോദ്യങ്ങളില്ല, തരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കലാണ് സ്കൂളിങ്ങിൽ നടക്കുന്നത്. And it is mostly about consuming content. ക്വാളിഫൈഡ് ആയിട്ടാണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ ആധാരം. സ്റ്റേറ്റ് ഗൈഡ് ലൈൻസും സെൻട്രൽ ഗൈഡ് ലൈൻസും ഉള്ള ടീച്ചിങ് കംപ്ലയൻസ് അത് മീറ്റ് ചെയ്യലാണ് ഒബ്ജക്റ്റീവ്. സ്കൂളിൽ എവറിത്തിങ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. ഇറ്റ് ഡസൻ മാറ്റർ നിങ്ങൾ ഏത് രീതിയിലുള്ള താല്പര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിലും ഇതൊന്നും ബാധകമല്ല. സ്റ്റാൻഡേർഡ് കരിക്കുലം ഉണ്ട്, അത് പഠിച്ചോളാം. ആ ഒരു എൻറ്റയർ ഓർഗനൈസേഷൻ, ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എൻറ്റയർ കൺസെപ്റ്റ് teaches us to obtain information from certain people and topics.
ഹിന്ദി പഠിപ്പിച്ചിരുന്നത് നേറ്റീവായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ഒരാളല്ല, മലയാളിയായ ഒരാൾ MA ലിറ്ററേച്ചർ എടുത്ത് ഹിന്ദിയിൽ അയാൾക്ക് എഴുതാനും വായിക്കാനും ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അയാൾ പഠിപ്പിച്ചിരുന്നതാണ്. പക്ഷെ അയാളുടെ ഒരു മാതൃഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ആയിരുന്നില്ല. ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ആളും അങ്ങനെ തന്നെയായിരുന്നു. മാത്സ് പഠിപ്പിച്ചിരുന്ന ടീച്ചറും അങ്ങനെ തന്നെയായിരുന്നു. They were not mathematicians. They were teachers who had knowledge in mathematics based on the curriculum that was provided. അപ്പോൾ അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം ക്ലാസ്സിൽ മാർക്ക് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. പിന്നെ സ്കൂൾസിൽ നടക്കുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗിവിങ് യു ഇൻഫർമേഷൻ. ഒരു സ്പെസിഫിക് കൺഫൈൻഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്കിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഓൺലി ഹെൽപ്പ് യു ഓൺ ദ സർഫസ് ലെവൽ തിങ്കിങ്. ഒരു 2 പ്രാവശ്യം വായിന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉത്തരം കിട്ടില്ല, യുനോ. അപ്പോൾ ദിസ് ഇസ് സ്റ്റഡി, റൈറ്റ്? സ്കൂളിംഗ് എന്ന് പറയുന്നത് ഈസ് സ്റ്റഡി, ആൻഡ് വി ഓൾ സ്റ്റഡീഡ്. ആൻഡ് പ്രോബബ്ലി ഈവൻ ആസ് ഐ സ്പീക്ക് നൗ, ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ they are doing studies. This is learning. Learning starts with questions. ചോദ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായി അതിനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. നമ്മൾ 5 Ws എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. യു ആസ്ക്, why, when, what, where and so forth, right? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും ഡെലിവറി ചെയ്യും. ലേണിംഗ് ഈസ് മോസ്റ്റ്ലി അബൌട്ട് ക്രിയേറ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് കൺസ്യൂമിങ് കണ്ടന്റ്. ക്രിയേഷൻ ആണ് ലേണിംഗിൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. വെദർ ഇറ്റ് ബി ആൻ ആർട്ടിക്കിൾ, whether it be an object, whether it be a game, whether it be whatever, right? It is more about creating. And it is also about challenging perceived norms. നമ്മളെ A+B² എന്ന് പറയുന്ന സാധനം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാ അത് പഠിച്ചതെന്നുള്ളത്. അതിൻ്റെ ഉത്തരം എങ്ങനെ എത്തിയതെന്നുള്ളതും എനിക്കറിയില്ല. ഇത് പഠിപ്പിക്കുമ്പോൾ ആ A+B² ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഉത്തരം കാണാപ്പാടം പിടിച്ച് കണക്കിൽ പാസ്സായ ഒരാളാണ് ഞാൻ. ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പെർസീവ്ഡ് നോംസ് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുന്നത് അത് തെറ്റാണെന്ന് തെളിയിക്കാനല്ല, പക്ഷെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ഉത്തരം ഇതായത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഹ്യൂമൻ ബ്രെയിനിന് ഇറ്റ് തിങ്സ് റാഷണലി. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴി വളരെ നിർബന്ധമാണ്. ആൻഡ് ദാറ്റ് ഡെഫിനറ്റ്ലി ഈസ് നോട്ട് ഇൻ ദ ടെക്സ്റ്റ് ബുക്സ്. അപ്പൊ നിങ്ങൾ ആ വഴിയിലൂടെ നടന്ന് പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ വഴി ഒരിക്കലും മറക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ യുവർ ബ്രെയിൻ ഓൾറെഡി നോസ് ഇറ്റ്, യുനോ. ഈ വഴി ചെന്ന് അടുത്ത ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, രണ്ടാമത്തെ വീട്. ഇത് ഇറ്റ് ഹാസ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. കാരണം ഈ സ്ഥലത്തേക്കാണ് ഇയാൾക്ക് പോകേണ്ടതെന്നുള്ളത്. ആ വഴിയിലൂടെ നടന്നു പോവാതെ കണ്ണ് കെട്ടിയിട്ട് എല്ലാ ദിവസവും ആരെങ്കിലും കൊണ്ടുവിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കണ്ണിൽ കെട്ടിയിരിക്കുന്നത് അഴിച്ചു കഴിഞ്ഞാൽ എത്താൻ പറ്റില്ല. യു വിൽ സ്ട്രഗിൾ, അല്ലേ? ഇഫ് സ്റ്റഡി വാസ് സ്റ്റാൻഡർഡൈസ്ഡ്, ലേണിംഗ് ഈസ് പേഴ്സണൽ. ഒരേ ടോപ്പിക്ക് തന്നെ പഠിക്കുന്ന ആൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ മനസ്സിലാക്കാനുള്ള മെത്തേഡ്സ് അവൻ്റെ ബ്രെയിൻ തന്നെ, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ തന്നെ ഷേപ്പ് അപ്പ് ചെയ്യും. ദിസ് ഇസ് ഹൗ ഐ വിൽ അണ്ടർസ്റ്റാൻഡ്. ചിലവർക്ക് വായിച്ചാൽ മനസ്സിലാവും, ചിലവർക്ക് എഴുതിയാൽ മനസ്സിലാവും, ചിലവർക്ക് കേട്ടാൽ മനസ്സിലാവും, അല്ലേ? ചിലവർക്ക് ഇത് ചിത്രങ്ങളിലൂടെയാണ് മനസ്സിലാവുക. അപ്പൊ ഇതൊക്കെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ ലേണിംഗ്. സ്റ്റഡിയിൽ ഇതിനൊന്നും സ്കോപ്പില്ല.
ഇമ്പോർട്ടൻ്റ്ലി എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ സ്റ്റഡി ഗ്രൂപ്പിലും ഡിസ്കഷൻസിലും നെറ്റ്വർക്കിംഗ് പിയർ ടു പിയർ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ്സിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ എവറിബഡി ഈസ് എ ടീച്ചർ ആൻഡ് എവറിബഡി ഈസ് എ ലേണർ. ഇത് ഞാൻ നേരത്തെ പറയണ്ടോ? അപ്പോ ഒരാളെ ലീഡറായിട്ടും അതേ ആളെ തന്നെ സബോർഡിനേറ്റ് ആയിട്ടും ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം ഈസ് ലേണിംഗ്. പിന്നെ ഓരോ പോയിന്റ്സിനും കണക്ടിങ് ദ ഡോട്ട്സ്, റൈറ്റ്? ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു വൺസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ A+B² പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ലേണിങ്ങിലാവുമ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ആൻസർ ആൻഡ് ഈവൻ ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇപ്പോൾ ജെപ്പഡി എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ ഇറ്റ്. അത് ഒരു ഇംഗ്ലീഷ് ഗെയിമാണ്. ആ ഗെയിമിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം തരും. യു ഹാവ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. മുഹമ്മദ് അലി പറയുന്നുണ്ട്, അതിനു മുമ്പ് നിഹാദ് പറയുന്നുണ്ട്, വി ഡിഡ് നോട്ട് സ്റ്റഡി ഓർ ലേൺ, വി ജസ്റ്റ് മെമ്മറൈസ്ഡ്. ദാറ്റ്സ് ട്രൂ. അല്ല, വി വർ ഫോഴ്സ് ടു മെമ്മറൈസ് എന്നുള്ളതാണ്. ശരിക്കും ഫോഴ്സ് ലേബർ ആയിരുന്നു അത്. വലിയൊരു കുറ്റകൃത്യമാണ് ഇന്നത്തെ ലോകത്ത്. മുഹമ്മദ് അലി പറയുന്നുണ്ട് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്. അൺകോൺഷ്യസ് യെസ്, ബട്ട് വി റിലൈഡ് ഓൺ എൽഡേഴ്സ്, അല്ലേ? അവർക്ക് ആ കോൺഷ്യൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഐ മീൻ ദ റീസൺ വൈ ഐ എം ടെല്ലിങ് ഈസ് ഐ ഡോണ്ട് നോ ഇഫ് ദർ ആർ ടീച്ചേഴ്സ് ഹിയർ. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ടീച്ചറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് പീപ്പിൾ ലേൺ, നോട്ട് ടീച്ച്. അപ്പോൾ നമ്മൾ അൺകോൺഷ്യസ് ആയിരുന്നു. നമ്മളെ പഠിപ്പിച്ചവർക്ക് ഷുവർലി ദേ ന്യൂ ദിസ് വാസ് നോട്ട് റൈറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ കുട്ടികൾ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നത്. ആ കോൺഷ്യസ്നെസ് ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സാറിന്റെ മക്കളും ടീച്ചറിന്റെ മക്കളും ഒക്കെ ഇത്രയും കൂടെ നല്ല സ്കൂളുകളിലായിരുന്നു പഠിച്ചിരുന്നത്. ബിക്കോസ് ദേ ആക്ച്വലി ന്യൂ ദാറ്റ് സംതിങ് ഈസ് നോട്ട് റൈറ്റ്. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഡീപ് തിങ്കിങ്. നിങ്ങളൊരു കാര്യം when you are into learning, you are passionate about it. ഇപ്പോൾ കാറുകളെ പറ്റിയിട്ട് താല്പര്യമുള്ള ആൾക്കാർ അതിനെ പറ്റിയിട്ട് വിവരിക്കുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ you will actually feel the guy is into that business. You know, അയാള് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി he may be a computer engineer or a logistics manager or something. But that is his passion. അപ്പോൾ അത് ഡീപ് തിങ്കിങ് ഉണ്ട്, റൈസിങ് ഔട്ട് ഓഫ് പാഷൻ. സോ അതാണ് ഇതിൻ്റെ കാര്യം. നൗ what will give you growth? That is what I want to talk. What will give you enough growth is 6 streams of lifelong learning. പഠിത്തം എന്ന് പറയുന്നത് നമ്മൾ അവസാനിക്കുന്നില്ല. So the first thing is formal learning, systemized learning programs that people take to acquire knowledge and competencies. ഇത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പഠിത്തം തുടരാൻ പറ്റാതെ നമ്മൾ അത്യാവശ്യം ഒന്ന് ലൈഫിൽ വെൽ സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ യു ഡിസൈഡ് ടു ഡു കണ്ടിന്യൂഡ് കോളേജ് എഡ്യൂക്കേഷൻ. എനിക്കൊരു ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കണം, എക്സിക്യൂട്ടീവ് MBA അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നത്. ദെൻ യു ഹാവ് പ്രൊഫഷണൽ ലേണിംഗ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ടുള്ള നോളജും സ്കിൽസും എടുക്കുന്നതാണ്. സോ യൂഷ്വലി ഇറ്റ് ഈസ് പിയർ നെറ്റ്വർക്കിംഗ് ഓർ ഇൻഡസ്ട്രി വർക്ക്ഷോപ്സ് ഓർ വാട്ട് എവർ ദാറ്റ് ഈസ്, റൈറ്റ്? Then you have indirect learning, acquiring knowledge and skills through experiences, not specifically designed for education purpose. അതായത് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ അതിന്ന് കിട്ടുന്ന പാഠങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വോളണ്ടിയറിംഗിന് നിൽക്കുമ്പോൾ, ദാറ്റ് ഈസ് നോട്ട് യുവർ ഓൺ എക്സ്പീരിയൻസ്.
അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉൾക്കൊള്ളുന്നതല്ല, പക്ഷെ ബാക്കി ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. Then you have informal training, driven by personal curiosity rather than professional interest. നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമൽ ലേണിംഗ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല, ബട്ട് യു ആർ ക്യൂരിയസ് അബൌട്ട് സംതിങ് ആൻഡ് യു വോണ്ട് ടു നോ മോർ. UFOs അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ്, ഇതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ യു വോണ്ട് ടു നോ. അപ്പൊ ദാറ്റ് ഈസ് ഇൻഫോർമൽ ലേണിംഗ്. പിന്നെ യു ഹാവ് പേഴ്സണൽ ലേണിംഗ്. You seek out opportunities for growth and development outside college or professional life. ഇത് നിങ്ങളുടെ ഫുള്ളി റിലാക്സ് ചെയ്യാനുള്ള ഒരു സംഭവം. യു ആർ പെർസ്യൂയിങ് എ ഹോബി, ഓർ യു ആർ ലേണിംഗ് ക്രാഫ്റ്റ്, യു ആർ ലേണിംഗ് മ്യൂസിക്, യു വോണ്ട് ടു ഡ്രോ. ഇതെല്ലാം പേഴ്സണൽ ലേണിംഗിലാണ് വരും. ദെൻ യു ഹാവ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. You are actually actively seeking out new knowledge. You are setting your goals and you are taking control over the pace of progress. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഭാഷ പുതിയത് പഠിക്കണം. ആ ഭാഷ പുതിയത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഭാഷ എങ്ങനെ പഠിക്കുക എന്നുള്ളത് മനസ്സിലാവുന്നു, എത്ര ആൾക്കാർ അത് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു, ആര് പഠിപ്പിക്കുന്നുള്ളത് മനസ്സിലാക്കുന്നു, ആ കോഴ്സിന് എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു, കോൺവെർസേഷൻ ആൻഡ് റിട്ടേൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ടൈം എടുക്കേണ്ടി വരും എന്നുള്ളത് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്നത്. സോ ദ പോയിന്റ് ദാറ്റ് ഐ എം ട്രൈങ് ടു ടെൽ യു ഗൈസ് ഇസ് യു ഹാവ് ടു കണ്ടിന്യൂസ്ലി ലേൺ. നിങ്ങൾ ചെയ്യുന്ന എന്തും ഈ 6 കാറ്റഗറിയിലേക്കാണ് വരിക. നമ്മൾ അറിയാതെയാണെങ്കിലും ഇൻഫോർമൽ ലേണിംഗ് ഈസ് സംതിങ് ദാറ്റ് വി ഡു ഓൺ എ ഡെയിലി ബേസിസ്. നിങ്ങൾ റീല് കാണുന്നുണ്ടാവും, യൂട്യൂബ് പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടാവും, സ്പോട്ടിഫൈ കേൾക്കുന്നുണ്ടാവും. പേഴ്സണൽ ലേണിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി എന്തിലെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. ദ പോയിന്റ് ഓഫ് ദിസ് സ്ലൈഡ് ഈസ് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ അവെയർ that whatever you are doing is a process of learning. അത് എല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ബാല് പറയുന്നുണ്ട്, മോസ്റ്റ് ഓഫ് അവർ ടീച്ചേഴ്സ് ട്രൈ ടു മേക്ക് us mark producing machines. So it is not mark producing machines. Grading system is a type of slavery which told you ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞത് തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോ അതാണ് പലപ്പോഴും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത രീതിയിൽ ഒരു ചോദ്യം വന്ന പലതിൽ വരുന്നത്. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഗ്രേഡിംഗ് ഈസ് നത്തിങ് ബട്ട് ദ സെയിം തിങ്. Our education system is designed to produce employees to entrepreneurs. അതിലേക്ക് വരാം. അതിൽ ഒരു സ്ലൈഡ് ഉണ്ട് എൻ്റെ അടുത്ത്. ഐ ഹോപ്പ് ഐ ക്യാൻ റീച്ച് ദർ. അപ്പോൾ ലൈഫ് ലോങ് ലേണിങ്ങിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്യണം. ഇതിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരും എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. കാരണം ദിസ് ഈസ് ദ ഓൺലി മെത്തേഡ് യു ക്യാൻ ഗ്രോ ഇൻ. ദർ ഇസ് നോ അതർ വേ. അപ്പൊ ഇത് പർപ്പസ്ഫുൾ ആയിട്ട് ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് പേഴ്സണൽ ക്യാരക്ടർ ട്രേറ്റ്സ്. ക്യാരക്ടർ എന്ന് പറയുന്നതിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 3 മെയിൻ പില്ലേഴ്സ് ആയിട്ടാണ്, നമ്മൾ സപ്പോർട്ടിങ് പില്ലേഴ്സ് ആയിട്ടാണ്. ഈ 3ഉം കൂടെ കൂടുമ്പോഴാണ് നമുക്ക് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുക. അതിൽ ദ ഫസ്റ്റ് മെയിൻ പില്ലർ ഐ സീ ഈസ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റിയിൽ വരുന്നതാണ് ട്രസ്റ്റ് വർത്തിനെസ്, ട്രാൻസ്പെറൻസി, ഓതന്റിസിറ്റി, ബീങ് ഹോണസ്റ്റ് ആൻഡ് ലോയൽ. അത് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനൊരു ഒരു സിമ്പിൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഈ ഓരോ ബോക്സിനെയും നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചറിയാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക്
ഒരു സർട്ടൺ ക്യാരക്ടർ ട്രേറ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനിത് ചെയ്യുന്നത്. Then you have the second most important pillar, which is selflessness, wherein you are humble. It doesn't matter how much you have, you are still humble. You are respectful, you are empathetic, you are trusting, and you are just. അതായത് നേരിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളാണ്. പിന്നെ യു ആർ റെസ്പോൺസിബിൾ. അതാണ് തേർഡ് മെയിൻ പില്ലർ. റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി റിലയബിൾ, യു ഹാവ് ടു ബി ഡെഡിക്കേറ്റഡ്, യു ഹാവ് ടു ബി ഇന്റൻഷണൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, ഇന്റൻഷണൽ. ഇന്റൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് ഓരോന്നും നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്നതാണ്. അതിനെയാണ് ഇന്റൻഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു ആർ സെൽഫ് ഡിസിപ്ലിൻഡ്. സെൽഫ് ഡിസിപ്ലിൻഡ് എന്ന് പറയാൻ ഇത് എടുത്തു പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നത്തെ ജനറേഷനിൽ ഞാൻ പലപ്പോഴും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന പുതിയ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും പ്രൊജക്ട് മാനേജേഴ്സ് ആണെങ്കിലും ഒക്കെ they lose motivation, and then I wonder why are they losing motivation. അപ്പോൾ ഇവർക്കൊരാള് ഇവരെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദാറ്റ് ഈസ് എ പ്യുവർ ഫെയിലിയർ ഓഫ് ദ സിസ്റ്റം ഇറ്റ് സെൽഫ്. കാരണം മോട്ടിവേഷൻ ഈസ് സംതിങ് ദാറ്റ് യു ഗെറ്റ് ഫ്രം വിത്തിൻ യു. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതെങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ എന്നുള്ള ഒരു കണ്ടീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്ന ജോലി കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോലി പോകും. ഇറ്റ് വാസ് വെരി പ്ലെയിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വി ഹാഡ് വെരി ടഫ് ബോസസ് ഇൻ അവർ ഏർലി ഫോർമേഷൻ ഇയേഴ്സ്. ടീച്ചേഴ്സും അതേമാതിരി തന്നെയായിരുന്നു, നോൺ നെഗോഷ്യബിൾ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും കൂടെ ലെയ്ഡ് ബാക്ക് ആയതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് പീപ്പിൾ ആർ സീക്കിംഗ് seeking somebody else to stand with them to deliver what they are supposed to do. അപ്പോൾ അത് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആർക്കും അങ്ങനെ ഒരു ആവശ്യം വരില്ല. അങ്ങനത്തെ ഒരു ആവശ്യങ്ങൾ ഉണ്ടാവില്ല. പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും. ഇപ്പം നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 5 മണിക്ക് തന്നെ എഴുന്നേക്കും. ഇപ്പോൾ നിങ്ങൾ വർക്കൗട്ടിനും വാക്കിനും ഒക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഫൈൻഡ് എൻ എക്സ്ക്യൂസ് ഇഫ് യു ആർ self-disciplined. But if you expect your family members or friends to motivate you to go out for the walk, then you are not self-disciplined. പിന്നെ you will be confident. നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മൾ പറയുന്നതിൽ കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് കോൺഫിഡൻസ് ഓൺലി കംസ് ഫ്രം ദ നോളജ് ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ഔട്ട്കം ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഐ ടേക്ക്. അപ്പോൾ അതാണ് ഈ റെസ്പോൺസിബിലിറ്റി ഉള്ളതിൽ. ആൻഡ് നൺ ഓഫ് ദിസ് മീൻസ് ഇതിൽ ഇതൊരു ഹൈ ലെവൽ ട്രേറ്റ്സ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും മോശമായിരുന്നോ ഞാൻ മോശമായിരുന്നോ അല്ല. ബട്ട് ദീസ് ആർ ദ ഡിസൈറബിൾ തിങ്സ് ദാറ്റ് പീപ്പിൾ ലുക്ക് ഔട്ട് ഫോർ വെൻ ദേ കം ടു യു. അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ പേഴ്സണൽ ക്യാരക്ടർ ട്രേറ്റ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതേമാതിരി തന്നെ റിലേഷൻഷിപ്സ്. സോ I will just take a pause so that you guys can read it. Most of us do not know the traits of healthy, unhealthy, or an abusive relationship, either in personal or professional life. കാരണം നമ്മളെ ഇത് കാറ്റഗറൈസ് ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല ആരും. നമുക്ക് വീട്ടിലാണെങ്കിലും പഠിപ്പിച്ചിട്ടില്ല, സമൂഹത്തിലാണെങ്കിലും പഠിപ്പിച്ചിട്ടില്ല, സ്കൂളുകളിലും ഓർഗനൈസേഷൻസിലും പഠിപ്പിച്ചിട്ടില്ല. മോസ്റ്റ് ഓഫ് us did not work in companies that where an HR could tell you this. അപ്പോൾ ഹെൽത്തി റിലേഷൻഷിപ്സിൽ you will have open communication. Same unhealthy, there is absolutely no communication. Abusive, it is hurtful communication, sarcasms. Healthy relationship, you are mutually respectful. Unhealthy, obviously, it is disrespectful,
Abusively, it is mistreating. Healthily, you are having a trustworthy relationship. Unhealthily, I cannot trust anybody. If I am in an abusive relationship, I will be accusing the other party of things. ഇതില് honesty ഉണ്ടാവും, unhealthily dishonest ആയിരിക്കും definitely. Abusively, if caught, there will be denials. Healthy relationships, most of the time there is equality. Unhealthily, there will be an effort to control the other party. Abusively, it will be untrue accusations. ഞാനല്ല അങ്ങനെ ചെയ്തത്, നീ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ളത്. Healthy relationship, you will always have personal time. Unhealthy relationship, there will be no personal time because that will cause a conflict. Abusively, you will be absolutely isolated. Healthy relationships, you will have mutual choices where both parties can agree. Unhealthily, you will be in pressure to agree to something. Abusively, you will be totally controlled. And believe it or not, all human beings go through all these three phases. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതിലൂടെ എല്ലാം കടന്നു പോകും. അപ്പോൾ I thought listing this down helps you identify where this is taking you. Is it a healthy relationship? Is it an unhealthy relationship? Is it an abusive relationship? ചിലർക്ക് വളരെ ഹാർഷായിട്ടുള്ള ബോസ്മാർ ഉണ്ടാവാറുണ്ട് അല്ലേ? ബട്ട് യു ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ഇറ്റ് ഈസ് എൻ അൺഹെൽത്തി ഓർ അബ്യൂസീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. So we will just, for the sake of it, we will go through some professional myths that we know. Hard work alone leads to success. Actually, results only matter if the right people see them. Visibility beats effort. അതാണ് ആക്ച്വൽ വാസ്തവം. Can you guys relate to it? നിങ്ങൾക്കത് എഗ്രി ചെയ്യാൻ പറ്റുന്നൊരു ഇതാണോ? അതേമാതിരി ലോയൽറ്റി വിൽ ബി റിവാർഡഡ്. നോ കമ്പനി, ഒരു ബിസിനസ് ഒരിക്കലും ലോയൽറ്റി മെഷർ ചെയ്തിട്ട് റിവാർഡ് ചെയ്യുന്നതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. I have been working for around 22 years now. Unless, correct, Nihad is agreeing to it. Companies look for profits, not people. People are just a wheel that turns the larger machine. അത്രേ ഉള്ളൂ. അപ്പോൾ if that wheel fails, another wheel is brought in. അത്രേ ഉള്ളൂ. Job titles define your value. Skills and impact is more than any title on LinkedIn. ഇപ്പം നിങ്ങൾ VP ആണെന്ന് പറഞ്ഞാലും ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് ആണെന്ന് പറഞ്ഞാലും സെയിൽസ് മാനേജർ ആണെന്ന് പറഞ്ഞാലും ഒക്കെ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു have the skills or cause an impact for the employer you work for, any title on LinkedIn means just bullshit. Your boss always knows the best, which is yet another difficulty. നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. He used to be a T-boy in his, I think he came in late 90s. ആൾക്ക് ഇപ്പോഴും he's a qualified accountant, no doubt. He has picked it up. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗോസിയേഷൻ ടേബിളിൽ എത്തുമ്പോൾ ആ ചായക്കാരൻ്റെ സ്വഭാവം പുറത്തു വരും. അപ്പോൾ he sees the numbers beyond the value. അപ്പോൾ that is when you take time to correct that person. Stating, ഈ വില നോക്കുന്നതിൽ കൊണ്ട് നിങ്ങൾ മേടിക്കുന്ന സാധനത്തിന് ഇത്രയും ഔട്ട്പുട്ട് തരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ആ വാല്യൂ പ്രപ്പോസിഷൻ കാണിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മീറ്റിംഗിൽ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ലെവൽ ഓഫ് ഡിസ്കഷൻസിന് പറ്റിയൊരു സാധനമല്ല നമുക്കുണ്ടാവും. ബട്ട് ഹീ ഡസൻ കെയർ. വെൻ ഹീ ഗെറ്റ്സ് ഇൻ ടു ദ നെഗോസിയേഷൻ ടേബിൾ, ഹീ എക്സ്പെക്ട്സ് മീ ടു give him that discount that he asks.
It is a much more tedious task. Not necessarily your boss is always right. Networking is optional. The best jobs go to people, you already know this. If you are connected in the industry, changing jobs is easy. You have burnout, means you are hardworking. No, you are inefficient. നിങ്ങൾക്ക് ബേൺ ഔട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ യു ആർ ഇൻഎഫിഷ്യൻ്റ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കാരണം യു ആർ ഫിനിഷിങ് job that has to be done in 8 hours, taking 24 hours of your time, or 16 hours of your time, or 12 hours of your time. That's it. The rest is always a strategy. Enough time you take to rest so that you can bounce back. Asking for a raise is സെൽഫിഷ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളിൽ ശമ്പളം കൂടുതൽ ചോദിച്ച് മേടിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. വളരെ അടുത്ത കാലം വരെ ഞാനും അങ്ങനെയായിരുന്നു. ബട്ട് ദെൻ ലൈഫ് ടീച്ചേഴ്സ് യു ദ ഹാർഡ് ലെസൺസ്. സോ ദെൻ യു സ്റ്റാർട്ട് ആസ്കിങ്. ആൻഡ് ഇഫ് യു കാൺ അഫോർഡ് മീ, ഐ വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ എംപ്ലോയർ ഹു ക്യാൻ എന്നുള്ളത് പറഞ്ഞിട്ട് പോരേണ്ട ഒരു സ്ഥിതിയൊക്കെ എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് ഈസി. കാരണം 10-15 കൊല്ലമായിട്ട് ഞാനൊരു കമ്പനിയിൽ നിൽക്കുന്നതുകൊണ്ട് ദേ ഹാവ് ടേക്കൻ കെയർ ഓഫ് മീ വെൽ. ബട്ട് അതേഴ്സ്, എസ്പെഷ്യലി ഇൻ ദ ഏർലി ആൻഡ് മിഡ് കരിയേഴ്സ്, you need to learn this from now. Comfort means you have made it. No, comfort is exactly a hindrance to progress. അപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിന് ഉള്ള ഏറ്റവും വലിയ ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് കംഫർട്ടാണ്. യുനോ, ആൻ ഒബ്സ്റ്റക്കിൾ. അപ്പോൾ അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ നോക്കണം. ഇഫ് ദർ ഇസ് നോ ന്യൂ ചാലഞ്ചസ് എവറി ഡേ, യു വിൽ ഗെറ്റ് ഇൻ ടു ദ കംഫർട്ട് സോൺ ആൻഡ് യു വിൽ automatically tell, your mind will automatically become your master, which is a worst case. Mind is an amazing slave to have, but never a master. Perfection is the goal. You cannot be perfect. The reason why you cannot be perfect is എത്ര ചെയ്താലും പിന്നെയും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവുമല്ലോ. ഈ പെർഫെക്ഷൻ്റെ പിന്നാലെ പോകുമ്പോൾ യു വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് നോ ദാറ്റ് ഈസ് വെർ ഐ സ്റ്റോപ്പ്. ഡോണ്ട് കീപ്പ് ഓൺ ഇംപ്രവൈസിങ് ബിക്കോസ് യു വിൽ മിസ് ലോട്ട് ഓഫ് അതർ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ദെൻ someone will eventually recognize your value, which will never happen. കാരണം nobody in this world cares for anybody else എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് പ്രൊഫഷണൽ ലൈഫിൽ. കാരണം നോബഡി ഹാസ് ടൈം ടു പ്രൊമോട്ട് യു. നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും സമയമില്ല. ഇറ്റ് ഈസ് യുവർ ജോബ്. സോ ഐദർ യു ഓൺ യുവർ പാത്ത് ഓർ മേക്ക് യുവർ മൂവ് ബിഫോർ യുവർ ഫോഴ്സ് ടു. ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. I'm just putting it in plain black and white. People may see this as blunt. ഞാൻ വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന കാര്യം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഇതാണ് വസ്തുത. ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. സോ എന്തുകൊണ്ട് എനിക്കൊരു ബിസിനസ്മാൻ ആവാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ടോപ്പ് 6 മിത്സ് when I recalled, this was it. You need a unique idea. You need money enough to make it work. You need enough leaders in the team to succeed, which means more money. 90% of the businesses fail. You need to wait for the right time to start the right business. You need more spend to earn more. ഒരുപാട് കാശ് ചിലവാക്കിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ്സിലും ഇതിനൊക്കെ ചിലവാക്കിയാലേ നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടുള്ളൂ. വിസിബിലിറ്റി കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. ബട്ട് യു നോ വെൻ, കാരണം എൻ്റെ മേജർ ബിസിനസ്സാണ്. I am in advisory committees for some clients to reduce the cost, optimize their business, consulting ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. Business is nothing but these 3 boxes. You have a group of people who have a problem and you have a solution for them. This basically defines what business is. So as long as
you are qualified enough to find out who this group is, what their problems are, and you know how to come out with a solution, you are in business. ഇത് മാത്രമാണ് ബേസിക് ആയിട്ടുള്ള ബിസിനസ്സിന് വേണ്ട റിക്വയർമെന്റ്. എവറിത്തിങ് എൽസ് കംസ് ആഫ്റ്റർവേർഡ്സ്. നിങ്ങൾ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കാണുന്നത്, കണ്ടുമുട്ടുന്നതാണ് ആദ്യത്തെ ഒരു ഇത്. ലെറ്റ്സ് സേ യു ആർ വർക്കിംഗ് ഇൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ ഒരു സർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു സർട്ടൺ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ഇഫ് യു നോ ദാറ്റ്, ദെൻ ഹൗ ക്യാൻ യു സോൾവ് ഇറ്റ് എന്നുള്ള ചോദ്യമാണ്. ദിസ് ഇസ് വാട്ട് ബിക്കംസ് എ ക്വാളിഫൈഡ് ഐഡിയ. ഒരുപാട് ആൾക്കാർ ഈ ഐഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, ചിലർ സൊല്യൂഷൻസ് ഉണ്ടാവുമായിരിക്കും. ബട്ട് യു ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റൈറ്റ്? ദാറ്റ് നമ്പർ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എല്ലാവർക്കും സ്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ യു മേ വോണ്ട് ടു ഡു റിസർച്ച് അബൌട്ട് വേർ ദിസ് പീപ്പിൾ ആർ, വാട്ട് ദർ പ്രോബ്ലംസ് ആർ, ആൻഡ് ദെൻ പ്രപ്പോസ് എ സൊല്യൂഷൻ. ഈ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പല വഴികളുണ്ടാവും. യു ക്യാൻ ഹാവ് എ വെരി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ്. അതല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിൽഡ് എ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആൻഡ് ദെൻ ഡു എ ഫ്യൂ ടെസ്റ്റിംഗ്, ദെൻ ട്വീക്സ്, ദെൻ ഫൈനലി റിലീസ് ഇറ്റ് ആസ് എ പ്രൊഡക്റ്റ്. അതായത് ഇപ്പോൾ ഇന്നത്തെ IT ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇപ്പോൾ ChatGPT-5 വന്നപ്പോൾ ആസ് സ്റ്റുപ്പിഡ് ആസ് ഇറ്റ് ഇസ്, കാരണം ബ്ലൂബെറിക്ക് 3 B ഉണ്ടെന്ന് പറഞ്ഞ ChatGPT-5നെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഫൗണ്ടർ പറയുന്നത് ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് വിൽ ഹാപ്പൻ, സാം ഓൾട്ട്മാൻ ഈസ് ടെല്ലിംഗ് എ സോളോപ്രനർ ബിസിനസ് ക്യാൻ ബി വാല്യൂഡ് അറ്റ് $1 billion. അതായത് ഒരാൾ ഇരിക്കുന്ന ഒരു കമ്പനി ക്യാൻ ഗ്രോ അപ് ടു ദ വാല്യുവേഷൻ ഓഫ് എ യൂണിക്കോൺ. ആ ലെവലിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുന്ന പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ഐ ഓൾസോ ബിലീവ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് $1 billion, 100 million വരെ സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പൊ ഇതിന് ശേഷം വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം. ബട്ട് ദ പോയിന്റ് ഈസ്, ഈ ഒരു സാധനം നിങ്ങളുടെ തലയിൽ, ഇപ്പൊ എന്റെ തലയിൽ ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ സംവെയർ ഐ ഹാവ് created that comfort zone that okay, I'm doing okay, I don't need to take unnecessary risk എന്നുള്ളത് ഞാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് വേർ ദ കറക്ഷൻ ഇസ്. And sadly, no schools are teaching this. No universities are teaching this. MBA പഠിച്ചിറങ്ങുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. The kind of things that we get into discussions പലപ്പോഴും സൈലൻസിലോ അല്ലെങ്കിൽ വർക്ക് അറൗണ്ട്സിലോ ഒക്കെയാണ് സംസാരിച്ചിട്ട് പോവുക. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ് ഈസ് വെരി സാഡ് ടു സീ ഓൾസോ. നമ്മുടെ ഒരു കേരളത്തിലെ പ്രത്യേകിച്ച് ഒരു ജനറേഷണൽ വെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് 4 എക്സ്ട്രീം പോയിന്റ്സിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ വെൽത്ത് മെക്കാനിസം ആണുള്ളത്. അതായത് ഇനീഷ്യലി ഒരു ദരിദ്ര കുടുംബം ഉണ്ടാവും. ആ ദരിദ്ര കുടുംബത്തിലെ വരും തലമുറ ദാരിദ്ര്യം അനുഭവിച്ചതുകൊണ്ട് അവർ പിശുക്കന്മാരാവും. അപ്പം ഈ പിശുക്കന്മാരാവുമ്പോൾ അവർ ചെലവാക്കൽ കുറച്ചിട്ട് സമ്പാദ്യം കൂട്ടും. സമ്പാദിച്ചു വെച്ചവർ അടുത്ത ജനറേഷൻ ഈ സമ്പാദ്യം ചെലവാക്കി അവരെന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് മൂന്നാമത്തെ കൂട്ടർ. അവർ ഓൾറെഡി പണക്കാരായിട്ട് ജനിച്ചവരാണ്. അപ്പോൾ പണക്കാർ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യും വിത്ത് ദ തോട്ട് ദാറ്റ് ദേ വിൽ ബി ഏബിൾ ടു മൾട്ടിപ്ലൈ. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ചെലവാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ അവരുടെ മക്കൾ വീണ്ടും ദരിദ്രത്തിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ഈ 4 സ്റ്റേജസ് ഓഫ് വെൽത്താണ് ഓവർ 4 ജനറേഷൻസ് ആണ് നമുക്ക് കേരളത്തിലൊക്കെ വളരെ ഇതായിട്ട് കാണാൻ പറ്റും. അതിൽ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്.
എക്സെപ്ഷണലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ദാറ്റ് ഐ അഗ്രി. ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ the truth about finance from generations is this is the story. ദരിദ്രന്റെ മക്കള് പിശുക്കര്, പിശുക്കരുടെ മക്കള് ധനികര്, ധനികരുടെ മക്കള് ധാരാളികള്, ധാരാളികളുടെ മക്കള് വീണ്ടും ദരിദ്രര്. ഇതാണ് ഇതിന്റെ ഒരു നേക്കഡ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും തലമുറയെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഫ്രീഡം ഇൻ ലൈഫ് ഈസ് നോട്ട് ഫൈനാൻസ്. ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് നോട്ട് ഫ്രീഡം ഓഫ് ലൈഫ്. അതിന് രണ്ട് ആസ്പെക്ട്സ് ഉള്ളത്. If you ask me, it will be 51-49. Yes, financial freedom is 51% of your content. And then you have time freedom. അതായത് നിങ്ങൾ ഒരുപാട് കാശുണ്ടാക്കി, പക്ഷെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഇന്നിപ്പോൾ ഒന്നിലും ഇടപെടണ്ട, ഒരു മാസത്തേക്കൊന്ന് മാറി നിൽക്കണം എന്ന് വെച്ചാൽ മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഫ്രീ. യുനോ, ഇഫ് യു ആർ എ വെരി ബിസി പേഴ്സൺ ഫോർ യുവർ ഫാമിലി, you are not available to attend functions, you are not able to attend the graduation of your kids, then the whole point is lost, purpose is lost. ഞാൻ പറഞ്ഞ 4 പോയിന്റ്സ് ഓർമ്മയുണ്ടോ? ബയോളജിക്കൽ സ്കെയിൽ ഓഫ് ലൈഫിനെ പറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സ്ലൈഡിൽ ആ 4 പോയിന്റ്സും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദ ഹോൾ പോയിന്റ് ഓഫ് ഏർണിംഗ് ആൻഡ് ഹാവിങ് ഇനഫ് മണി ഈസ് ലോസ്റ്റ്. അതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഫൈനാൻഷ്യലി ഫ്രീ ആവണം ഒബ്വിയസ്ലി, ബട്ട് അതിൻ്റെ ഒപ്പം തന്നെ ടൈം ഫ്രീഡമും കൂടെ കണ്ടെത്തണം. അതുണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ എൻജോയ് ദ ഗുഡ് തിങ്സ് ദാറ്റ് ലൈഫ് ഹാസ്. അതല്ല എന്നുണ്ടെങ്കിൽ യു വിൽ റൺ ബിഹൈൻഡ് ദിസ് ബിഗ് ബോക്സ്, ഗിവിങ് ഇറ്റ് അൺനെസസറി occupancy, and then you will lose time, because this is the most expensive thing in the world. ഇപ്പം നമ്മൾ ചെലവാക്കിയ 1 മണിക്കൂർ ഇനി തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ മച്ച് മണി യു ഹാവ്, യു സ്റ്റിൽ കനോട്ട് ബൈ ദാറ്റ് ടൈം, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലെവലിലായിരിക്കണം നിങ്ങളുടെ ഫ്യൂച്ചർ ഷേപ്പ് അപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. That brings me to the end of the presentation.